എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന ശരത് മാരൻ ആണ് കുത്തിയത്. അതേസമയം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഭായ് കോളനിയിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരുമ്പാവൂർ മൂവാറ്റുപുഴ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാനക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ, പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അനാശാസ്യം അനുവദിക്കില്ല, ലഹരി ഇടപാടുകൾ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. നമുക്കറിയാം, ഈ പല ഇടങ്ങളിലും ഇതര സംസ്ഥാനക്കാർ ഭീതി പരത്തുന്നുണ്ട്. ലഹരിക്കടിമകളാണ്, ലഹരി ഉപയോഗിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തൊരു ഉദാഹരണമാണ് മൂവാറ്റുപുഴയിൽ നടന്ന കൊലപാതകവും. അവിടെ ഈ ഒഡീഷ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്, അതും മദ്യപാനത്തിനിടെ. എന്താണ് വിവരങ്ങൾ? ഡാനി, വിവരങ്ങൾ? എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ചുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന ശരത് മാരൻ എന്ന ആളാണ് കുത്തിയത്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഇതര സംസ്ഥാനക്കാർക്ക് ഇടയിൽ ലഹരി ഉപയോഗവും അതോടൊപ്പം അനാശാസ്യം ഉൾപ്പെടെ ഇടപാടുകളും വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഡാനി, വിവരങ്ങൾ? ടോം, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ ലഹരി മരുന്ന് കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഞ്ചാവ് കടത്ത് കേസാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് അവിടെ ഈ തൊഴിലാളികൾക്കിടയിൽ തന്നെ വിതരണവും വിൽപ്പനയും എല്ലാം തന്നെ വ്യാപകമാകുന്നു. ഇപ്പോൾ പിന്നീട് അതിന് പുറത്തേക്ക് ഈ ബായ് കോളനി എന്നെല്ലാം പറയുന്ന സ്ഥലത്തിന് പുറത്തേക്കും ഇതെല്ലാം പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടം കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയ്ക്ക് വേണ്ടി പലരും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ പൊതുവിൽ വലിയ രീതിയിലുള്ള ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ കേന്ദ്രീകൃതമാകുന്നുവെന്ന നാട്ടുകാരുടെ വലിയ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് അവിടെ പരിശോധനകളടക്കം കർശനമാക്കുന്നത്. നാട്ടുകാർ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അടുത്തിടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിന് കർമ്മസമിതി അടക്കം രൂപീകരിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് ഒരു പരിശോധനയിലേക്ക് കടക്കാൻ പോലും തയ്യാറായത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 9ഓളം ലഹരി കേസുകൾ അവിടെ പിടികൂടുന്നു. ഒപ്പം തന്നെയും 3 സ്ത്രീകളെ മതിയായ രേഖകളില്ലാതെ അവിടെ താമസിച്ചതിന് പിടികൂടുന്നു. അങ്ങനെ പല കേസുകളുമായി അവിടെ നിന്ന് പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇതിനൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ഈ കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മറ്റൊരാൾ, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ പൊതുവിൽ ഈ മേഖലയിലെല്ലാം തന്നെ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് പാർക്കുന്ന ഇടങ്ങളിൽ തന്നെയും പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആരും ഇവിടെ തൊഴിലെടുക്കുന്നതിനെ കാരണം അത്രയധികം ഭയത്തോടു കൂടിയാണ് പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇതര സംസ്ഥാനക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത്. കാരണം വൈകുന്നേരങ്ങളിൽ പെരുമ്പാവൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബെവറേജസിന് മുന്നിലുള്ള ക്യൂ, പിന്നെ അതിനുശേഷം അവർ തമ്മിലടിക്കുന്ന കാഴ്ച, പരസ്യമായ അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നടമാടുന്നുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇത്രയും നാളുകളായിട്ട് ഈ പരാതികളൊക്കെ ഉയർന്നിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഭരണകൂടം ശക്തമായി ഇടപെടുന്നില്ല. ഈ ഒരു പരാതികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്? ടോമേ, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അത്
പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. നാട്ടുകാർ ഈ ബംഗാൾ കോളനി എന്നെല്ലാം പറയുന്നിടത്ത് പ്രതിഷേധവുമായി ഒരുമിച്ച് അവിടേക്ക് എത്തുകയും പന്തം കൊളുത്തി പ്രകടനം അടക്കം ഇവിടെ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത്ര കണ്ട പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ് പോലീസ് ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഇത്തരം ഈ അനാശാസ്യങ്ങളുടെ കേന്ദ്രമായി മാറുമ്പോൾ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ്. അടുത്തയിടെ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവിനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ തൊഴിലാളികളടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്കെതിരെ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഇവരുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന ആൾക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പോലീസാകട്ടെ ഇക്കാര്യത്തിൽ പറയുന്നത് നിയമം ആരും കയ്യിലെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പരാതിയായിട്ട് ഉയരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ ശക്തമാക്കാനടക്കം തീരുമാനിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പരിശോധനകൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ 9ഓളം കേസുകൾ ലഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് ഇവർക്കെല്ലാം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. അവിടെയെല്ലാം തീർത്തും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ സൗകര്യങ്ങൾ അതിൽ തന്നെയാണ് അതിൽ കഴിയുന്നത്. പക്ഷേ നിയമം അനുസരിച്ചുകൊണ്ടുള്ള ഒരു പോക്കല്ല, ക്രമീകരണങ്ങളല്ല അവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പരിസരത്തുള്ളവർ തന്നെ പറയുന്നത്. അതിനെതിരെയും പോലീസ് നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ രീതിയിലേക്ക് ഇവർക്ക് കെട്ടിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് എല്ലാം തന്നെയും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.